എനിക്ക് വേദനയാകുന്നു, എനിക്ക് തലക്ക് നല്ല വേദനയുണ്ട്. ഇതൊക്കെ ഒന്ന് പറയണം നമുക്ക് ഹിന്ദിയിൽ. ഇപ്പോൾ ഹിന്ദി ഡോക്ടർമാരോടാണെങ്കിൽ അതെങ്ങനെ നമുക്ക് പറയാം? ഇതാണ് ഇന്ന് നാം പഠിക്കുന്നത്. അപ്പം വേദനയ്ക്ക് ഹിന്ദിയിൽ ദർദ് എന്നാ പറയാം. മുജെ ദർദ് ഹോ രഹേ ഹേ, മുജെ ദർദ് ഹോ രേ, അത്രയൊക്കെ പറഞ്ഞാൽ മതി. വേദന ഉണ്ടാകുമ്പോൾ മുഴുവൻ പറയാൻ നേരെ കിട്ടൂല. മുജെ ദർദ് ഹോ രഹേ ഹേ, മുജെ ദർദ് ഹോ രേ, സിർ പർ ദർദ് ഹോ രേ എന്ന് പറഞ്ഞൊക്കെ. സിർ പർ ദർദ് ഹോ രേ, എനിക്ക് തലക്ക് വേദനയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയാണ് എനിക്ക് എൻ്റെ കാലിന് വേദനയുണ്ട്. മുജെ പാവും പർ പാവും എന്നാണ് കാലിന് പറയാം. പാവും പർ ദർദ് ഹോ രേ, പാവും പർ ദർദ് ഹോ രേ, അല്ലെ പാവും മേ ദർദ് ഹോ രേ, കാലിൽ വേദനയുണ്ട്. ഏതായിരുന്നാലും വേദനയ്ക്ക് ദർദ് എന്ന് പറയാം. അങ്ങനെ എവിടെ ജോയിൻ പർ ദർദ് ഹോ രേ, അങ്ങനെ ദർദ് ഹോ രേ എന്ന് പറയാം, വേദനയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒന്ന് കഠിനമായ വേദന. അത് 2-3 രീതി പറയാം. ഒന്ന് നല്ല വേദന എന്ന അർത്ഥത്തിന് ബഹൂത് ദർദ് ഹോ രേ, മുझे ബഹൂത് ദർദ് ഹോ രേ എന്ന് പറഞ്ഞൊക്കെ. ബഹൂത് ദർദ് ഹോ രഹേ ഹേ, ചുരുക്കി സംസാരിക്കുമ്പോൾ പറയണം ഇങ്ങനെയാണ്, ബഹൂത് ദർദ് ഹോ രേ. താന്നുള്ള അവിടെ കേൾക്കൂല, അത് ഹൈഡായി പോകണം. ബഹൂത് ദർദ് ഹോ രേ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ദർദ് ഹോ രേ എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ദർദാണ് വേദന എന്നാണ്. അടുത്തത് ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദിക്കാം, എപ്പോൾ മുതലാണ് വേദന? കബ് സേ ദർദ് ഹോ രഹേ ഹേ, കബ് സേ ദർദ് ഹോ രേ, എപ്പോഴാണ് വേദന ഉണ്ടായത്? കൽ സേ ദർദ് ഹുവാ, കൽ സേ ദർദ് ഹുവാ, ഇന്നലെ മുതൽ തന്നെ വേദന ഉണ്ട്. അപ്പോൾ ദർദ് ഹേ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ട് എന്നാണ്. ദർദ് ഹോ രേ എന്ന് പറഞ്ഞാൽ വേദന ആകുന്നു. ഇനി വേദനയാകും എന്ന് പറയണം. ദർദ് ഹോ ജായേഗ, ഐസാ നഹീ കർന ദർദ് ഹോ ജായേഗ, ഐസാ നഹീ കർന ദർദ് ഹോ ജായേഗ. ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ വേദനയാകും. ഇങ്ങനെ ചെയ്താൽ വേദനയാകും. ഐസാ നഹീ കർന, ഐസാ കർത്തേ ഹൈ തോ ദർദ് ഹോ ജായേഗ, ദർദ് ഹോ ജായേഗ എന്നാണ്. അപ്പോൾ ദർദ് ഹോ രേ, ദർദ് ഹോ ഗയാ, ദർദ് ഹോ ജായേഗ, ഇതാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ സംസാര ഭാഷയിൽ കൊണ്ടുവരുന്ന ഒരു വാക്കാണ് വേദന എന്നത്. മുझे ബഹുത് ദർദ് ഹോ രേ, എനിക്ക് നല്ല വേദനയുണ്ട്. എനിക്ക് ആ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫിസിക്കലി അല്ല, മനസ്സിൽ എനിക്ക് അവനോട് മേരെ ദിൽ മേ ബഹുത് ദർദ് ഹോ രേ, മേരെ ദിൽ മേ ബഹുത് ദർദ് ഹോ രേ, എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട്, ഇതൊക്കെ പറയാം. ഇങ്ങനെ ഹിന്ദി സംസാര ഭാഷ ഹിന്ദിക്കാരെ പോലെ നിങ്ങൾക്കും ഇനി പഠിക്കാം. ഹിന്ദി ഇനി നിങ്ങൾ ഫോളോ ചെയ്യുക. ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ.